ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയൊരു സംഭവമാണ് സ്ക്രൂട്ടിനി ഓഫ് ദി എസ്റ്റിമേറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് ഡിവിഷൻ വളരെ കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്. സ്ക്രൂട്ടനൈസിന് അവർ മെയിനായിട്ട് ചെയ്യുന്നത് വെദർ ദ പർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ ബിലോങ്സ് ടു 6 കാറ്റഗറീസ് ഓഫ് എക്സ്പെൻഡിച്ചർ, സെൻട്രൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ സെൻട്രൽ എക്സ്പെൻഡിച്ചർ നമ്മളൊരു 6 കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 6 കാറ്റഗറി രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ്, ഒന്ന് സെൻട്രൽ സ്കീംസിനും സെൻട്രൽ സെക്ടർ സ്കീംസിനും സെൻട്രലി സ്പോൺസേഡ് സ്കീംസിനും ഒക്കെ ആയിട്ട് കാറ്റഗറൈസേഷൻ നമ്മൾ നടത്തുന്നു. അതുകൂടാതെ നമുക്ക് മറ്റൊരു എക്സ്പെൻഡിച്ചർ കാറ്റഗറൈസേഷൻ കൂടി നമ്മൾ പറയുന്നുണ്ട്. അത് 4 തരത്തിലാണ് മെയിനായിട്ടും പറയുന്നത്: വാട്ടർ എക്സ്പെൻഡിച്ചർ, ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ, റിസീപ്റ്റ് എക്സ്പെൻഡിച്ചർ, റിക്കവറി എക്സ്പെൻഡിച്ചർ. ഈ ഈ പറയുന്ന മേൽപ്പറഞ്ഞ 6 എക്സ്പെൻഡിച്ചർ എല്ലാം ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തണം. മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വാട്ടർ ആൻഡ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. അതാണ് ഞാനിവിടെ മെയിനായിട്ടും പറയാൻ പോകുന്നത്. വാട്ടർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം ദി എക്സ്പെൻഡിച്ചർ ദാറ്റ് റിക്വയർസ് ദി എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ദാറ്റ് റിക്വയർസ് വോട്ടിംഗ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റിൽ വോട്ട് ചെയ്ത് പാസ്സാക്കിയാൽ മാത്രമേ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ വാട്ടർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് അടുത്തൊരു ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം that doesn't require any kind of voting in the parliament. യാതൊരു തരത്തിലും വോട്ടിംഗ് ആവശ്യമില്ലാത്ത എക്സ്പെൻഡിച്ചറിനെയാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ്ഡ് എക്സ്പെൻഡിച്ചറിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് വരുന്നത് നമ്മുടെ ഈ ഡേ ടു ഡേ റണ്ണിങ്ങിനായിട്ട് കൊടുക്കും സാലറി, അലവൻസസ്, മറ്റ് ബോണസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സാലറീസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ജുഡീഷ്യറി മെമ്പേഴ്സ്, the members in budget division, other administrative staff, etc. അതിനൊന്നും ഈ പറയുന്ന പാർലമെൻറ്റിൽ വോട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ മേൽപ്പറഞ്ഞ 6 തരത്തിലുള്ള സെൻട്രൽ എക്സ്പെൻഡിച്ചർ ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ സ്ക്രൂട്ടിനി ഓഫ് എസ്റ്റിമേറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സിനെ കുറിച്ച് നമ്മൾ മെയിനായിട്ടും പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഔട്ട്കം ബഡ്ജറ്റ്, ഔട്ട്പുട്ട് ഔട്ട്കം മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് മറ്റൊരു ടോപ്പിക്കാണ്. റീസെൻറ്റ് ടൈംസ് ബഡ്ജറ്റ് ഇൻ അവർ കൺട്രി ഈസ് അണ്ടർഗോയിങ് ലോട്ട് ഓഫ് റിഫോർംസ്. Many simplifications are there introduced in the project approval or appraisal, or there are many structural changes has also happened in the budget budget formulation and implementation. അപ്പം പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ബഡ്ജറ്റ് പ്രോസസ്സ് വളരെ സിംപ്ലിഫൈ ചെയ്യുക, അതിൻ്റെ അപ്രൈസിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യുക, അതോടൊപ്പം തന്നെ സ്ട്രക്ചറലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളിലൂടെ കടന്നു വരുന്നത് വെച്ചാൽ ശരിക്കും ബഡ്ജറ്റ് നൗ കൺട്രി ഈസ് കണ്ടിന്യൂസ്ലി അണ്ടർഗോയിങ് ലോട്ട് ഓഫ് ചേഞ്ചസ് ഓർ ഇറ്റ്സ് അണ്ടർ റിഫോം. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു മാറ്റമാണ്, കാതലായിട്ടുള്ളൊരു മാറ്റമാണ് സ്ട്രക്ചറലായിട്ടുള്ള മാറ്റം. അതിൽ പറയുന്ന മെയിൻ ഒരു കൺസെപ്റ്റാണ് all these programs or projects should comes under monitorable output outcome framework. എല്ലാം ഒരു ഔട്ട്പുട്ട് ഔട്ട്കം ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളുടെ എല്ലാം പുതിയ സിലബസിൽ ഇറ്റ്സ് ആൻ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഔട്ട്കം മീൻസ് സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഈ ഓരോ കോഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കം, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ആ ഔട്ട്കം ഫുൾഫില്ല് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അതേപോലെ തന്നെ ഓരോ സെൻട്രലി സ്പോൺസേഡ് സ്കീമുകൾക്ക് എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഔട്ട്കം ഫ്രെയിംവർക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാത്തിനും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഗോളുണ്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഈ പറയുന്ന ഔട്ട്കം ഫ്രെയിംവർക്കിൽ, ഔട്ട്പുട്ട് ഔട്ട്കം
ഫ്രെയിംവർക്കിൽ മെയിനായിട്ടും അനലൈസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ഷുഡ് എൻഷുർ ദാറ്റ് ദി ഔട്ട്കംസ് ആർ അച്ചീവ്ഡ്. അപ്പോൾ അത് ഇത് ഈ പറയുന്ന അത് കൃത്യമായിട്ടും അത് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയുടെ ഉത്തരവാദിത്വമാണ് ഈ പറയുന്ന ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ along with the schemes or projects presented in the parliament, an outcome framework for each programs or projects is also attached. എന്ന് വെച്ചാൽ എന്താണോ ഇപ്പോൾ ഒരു പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടി ഒരു സ്കീം കൊണ്ടുവന്നു, അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും നമ്മൾ ആ ഒരു പ്രോഗ്രാം കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്കം എന്താണ് കൃത്യമായിട്ട് അതിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അപ്പം നോർമലി ദ ബഡ്ജറ്റ് വിച്ച് ഈസ് ബീങ് പ്രസൻറ്റഡ് ഇൻ ദ പാർലമെൻറ്റ് ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി എക്സിക്യൂട്ടീവ്സ്, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്, അവർക്കാണ് ഇതിൻ്റെ ഒരു ലയബിലിറ്റി, അവർക്കാണ് ഇതിൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്. ഇവിടെ നമ്മൾ കുറേ കൺസെപ്റ്റുകൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കൺസെപ്റ്റാണ് ഔട്ട്പുട്ട് ഔട്ട്കം ഫ്രെയിംവർക്കാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഔട്ട്കം ഫ്രെയിംവർക്ക്. ഇതിൽ ഔട്ട്ലേ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഫണ്ട് അലോട്ടഡ് ഫോർ എ ഗിവൺ സ്കീം, ദാറ്റ് ഈസ് എ ടോട്ടൽ ഔട്ട്ലേ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ, എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, എത്രയാണോ ഫണ്ടാണോ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഔട്ട്ലേ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്ലേ, ഔട്ട്കം, ഔട്ട്പുട്ട് ഫ്രെയിംവർക്ക്. അപ്പോൾ ഔട്ട്പുട്ട് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഔട്ട്പുട്ട് നോർമലി റെഫേഴ്സ് ടു ദ ഡിറക്റ്റ് ആൻഡ് മെഷറബിൾ പ്രോഡക്റ്റ് ഓഫ് എ പ്രോഗ്രാം ഓർ പ്രോഗ്രാം ആക്ടിവിറ്റീസ്. നോർമലി ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫിസിക്കൽ ടേംസ് ഓർ ഇൻ യൂണിറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്തു, ഗവൺമെൻറ് സെൻട്രൽ സ്കീമിൽ പെടുത്തി ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തു. അതിനൊരു ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, അതിനൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫോമിൽ പറഞ്ഞ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട റോഡ്. ഇനി അതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇപ്പോഴത്തെ നിങ്ങൾ റോഡുകളെല്ലാം അറിയാം, നാഷണൽ ഹൈവേസ് എല്ലാം ഇത്ര വർഷം ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ അത്രയും വർഷം അത് നല്ല റണ്ണിങ് കണ്ടീഷനിലാണോ എന്ന് അസസ് ചെയ്യാനുള്ള പ്രൊവിഷൻ അതിൻ്റെ അകത്തുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്ന ഔട്ട്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്കം വളരെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്ത ഔട്ട്കംസ് ആർ ദ കളക്റ്റീവ് റിസൾട്ട് or qualitative improvements brought about by the delivery of these services. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റിസൾട്ട്, ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് എന്താണ് അതിൻ്റെ റിസൾട്ട്, അതാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത്. ഇപ്പോൾ 3 കൺസെപ്റ്റുകളാണ്: ഔട്ട്ലേ, ഔട്ട്പുട്ട്, ഔട്ട്കം ഫ്രെയിംവർക്ക്. ഔട്ട്ലേ മീൻസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഔട്ട്പുട്ട് മീൻസ് the quantity the product of schemes or projects, and outcome means the collective result. അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ ഈ ബഡ്ജറ്റുകളെല്ലാം കൃത്യമായിട്ട് ഫ്രെയിം ചെയ്തിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല ഔട്ട്കം ഓറിയൻറ്റഡ് ആണ് ബഡ്ജറ്റും എല്ലാ സെൻട്രൽ സ്കീമുകളും. ദിസ് ഇൻക്ലൂഡ് both the central sector schemes and centrally sponsored schemes or projects. എല്ലാം ഈ ഒരു ഔട്ട്ലേ, ഔട്ട്കം, ഔട്ട്പുട്ട് ഫ്രെയിംവർക്കിൽ വരുന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ ഇതിൻ്റെ മോണിറ്ററിങ് ഓഫ് ഔട്ട്ലേ, ഔട്ട്പുട്ട്, ഔട്ട്കം ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യുവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാം ഒരു ഔട്ട്പുട്ട് ഓറിയൻറ്റഡ് ആണ്. വാട്ട് വി എക്സ്പെക്ട്, ഇറ്റ് ഈസ് അനലൈസിങ് വെദർ വി ആർ അച്ചീവിങ് ദ ഗോൾ. നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗോള് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇഫ് ദ ഔട്ട്കം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി എക്സ്പെക്ട് മീൻസ് വൈ ഷുഡ് ബി മേക്ക് ഫർദർ ഫണ്ടിങ് ഓൺ ദാറ്റ് പ്രോജക്റ്റ്, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഇറാഡിക്കേഷനായിട്ട് നമ്മൾ സ്കീം കൊണ്ടുവന്നു, കുറേ ഫണ്ടിങ് കൊടുക്കുന്നു. ആ ഫണ്ടിങ് കൊണ്ട് യാതൊരു പ്രയോജനവും സൊസൈറ്റിക്ക് ഉണ്ടായില്ലെങ്കിൽ പിന്നീട് എന്തിനു വേണ്ടിയാണ് നമ്മളത് നോർമലി ഈ പറയുന്ന ഫർദർ ഫണ്ടിങ് കൊടുക്കുന്നത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പം ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ടും
പറയുന്നത്. അപ്പോൾ അത് നോർമലി ഇറ്റ് ഈസ് മോണിറ്റേർഡ് ബൈ ഓർ ഇറ്റ് ഈസ് ഫ്രെയിംഡ് ബൈ ദ ഏജൻസീസ് ലൈക്ക് നീതി ആയോഗ്, അതേപോലെ ഈവൻ ദ ബഡ്ജറ്റ് ഡിവിഷൻ ഓൾസോ മോണിറ്റേഴ്സ്. അവരൊക്കെയാണ് മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഇൻ ദ പാർലമെൻറ്റ്. നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ്റെ പല പ്രൊസീജിയേഴ്സും അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമലി ബിഫോർ എ ബഡ്ജറ്റ് ഈസ് ബീങ് പ്രസൻറ്റഡ് ഇൻ ദ പാർലമെൻറ്റ്, it should be approved by the finance minister, and also the final consent should be obtained from the president of India to present the document, budget document in both the houses of the parliament. അതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ഈ ബഡ്ജറ്റ് ഡിവിഷൻ ചെയ്യാൻ normally A to Z things are monitored by the budget division and it is headed by the finance minister of course. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ അതിൽ ഈ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ there are certain letters to be sent to both the house of parliament before it is being presented in the പാർലമെൻറ്റ്. അപ്പോൾ അതിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ടു ദ സെക്രട്ടറി ജനറൽ ഇൻഫോമിങ് അബൌട്ട് പ്രസിഡൻസ് റെക്കമെൻഡേഷൻ ഹാവിംഗ് ബീങ് ഒബ്റ്റെയിൻ ഫോർ ദി കൺസിഡറേഷൻ ഓഫ് ബിൽ ഇൻ ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. അതേപോലെ ലെറ്റർ ടു സ്പീക്കർ ഇൻ ദ ലോക്സഭ ടു കൺസിഡർ ആൻഡ് പാസ് ദ ബിൽ ഇൻ ദ ബഡ്ജറ്റ്. അങ്ങനെ കുറേ നോട്ടീസുകൾ ഈ പറയുന്ന ബഡ്ജറ്റ് ഡിവിഷൻ ഈ പറയുന്ന ബോത്ത് രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും സെൻഡ് ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് വീണ്ടും കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ പറയുന്ന അതിൻ്റെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അപ്രൂവലായിട്ട് ബന്ധപ്പെട്ട് നോർമലി ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ ദ 1st of February ഇൻ എവറി ഇയർ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിഗാർഡിംഗ് ദ പ്രസൻറ്റേഷൻ ഓഫ് ദി ബഡ്ജറ്റ് some other documents are also been sent to the parliament, both the houses of രാജ്യസഭ ആൻഡ് ലോക്സഭ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മൾ ഈ മൊഡ്യൂളിലെ ഫൈനൽ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റ് ഇൻ ദ പാർലമെൻറ്റ്. അത് രാജ്യസഭയിലും ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയറുണ്ട്, ലോക്സഭയിലും ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയറുണ്ട്. ഓക്കെ, യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നോർമൽ ഇങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് രാജ്യസഭയിലും ലോക്സഭയിലും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ നോട്ട് ഉണ്ടാക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. So with this last chapter is over, then there is few more topics in the third module that will be presented. അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ ആ ക്ലാസ്സുകൾ ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.